രാവിലെ ഞങ്ങൾക്ക് 2 പേർക്ക് മോർണിംഗ് ഡ്യൂട്ടിയാണ്. അപ്പോൾ നസിക്കുട്ടിനെ കൊണ്ടുവിടാൻ പോകുന്നു. ചുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എല്ലാം എടുക്കുന്നില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ചാ? രാവിലെ നിനക്ക് അടുക്കളയിൽ ഉണ്ടാ കാര്യം അതിനകത്ത് ടിഫിൻ ബോക്സ് രാവിലെ കട്ടിലടിയിൽ വർക്ക് എടുക്കുന്നത് അല്ലേ? ബെഡ്റൂമിലോട്ട് ഓടുന്ന കാണാം. അപ്പൊ കട്ടിലടിയിൽ കിട്ടി എനിക്ക് എന്റെ ടിഫിൻ ബോക്സ്. രാവിലെ സാൻഡ്വിച്ച് കഴിച്ചിട്ട് പോക്കോട്ടെ ജോലിക്കുട്ടി. കടയിലേക്ക് എന്താ ലഞ്ചിന് എടുത്തേ? പയറുകറിയും കിൻവയും പിന്നെ ആ സാലഡ്. ഞാൻ നീ സാലഡാണ് അടിച്ച് വലിപ്പം കൂടി പോയത്. നല്ല കാണാൻ പാകത്തിനുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും 7 മണിക്കാണ് ഡ്യൂട്ടി. കൊച്ചിനെ കൊണ്ടുവിടണം. സമയം 6:43. പെട്ടെന്നോ മൊത്തം ഒരു സമ്മർ വൈബ് ആയതുകൊണ്ട് പിന്നെ ജാക്കറ്റ് ചെറിയൊരു തണുപ്പുണ്ട്, എന്നാലും മാനേജ് ചെയ്യാം. രാവിലെ ഇറങ്ങാൻ ഇച്ചിരി താമസിച്ചുപോയി. 15 മിനിറ്റ് ഉണ്ട്. 15 മിനിറ്റ് കൊണ്ട് ചിക്കൂരിനെ കറക്റ്റ് അവിടെ കൊണ്ടുവിടണം. അത് കഴിഞ്ഞ് കൊച്ചിനെ കൊണ്ടുവിടണം. അത് കഴിഞ്ഞിട്ട് ഞാൻ കയറണം. ഇന്ന് വേറൊരു കൂട്ടുകാരിയുടെ 40ാമത്തെ ബർത്ത്ഡേ ആവും കേട്ടോ. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയത് അതുപോലെ നമ്മൾ സർപ്രൈസായിട്ട് പോകാനിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അന്നേരപ്പം എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ട് പോകണം. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്നാ ചെയ്യണില്ല. എന്തെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ള, അതായത് സ്വീറ്റ് പൊറോട്ട ആൾക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം ഇച്ചിരി എന്താ പറയുക ഹെൽത്തി ഒരു ഫുഡ് ഹാബിറ്റൊക്കെ കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഡൗട്ടുണ്ട്. പക്ഷെ എന്നാലും ഇന്നിപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് പിന്നെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും കൂടി കഴിക്കാമല്ലോ. പിന്നെ കൂടുതൽ കുറച്ച് കുക്കുമ്പർ കട്ട് ചെയ്തുകൊണ്ട് പോകണം. കുക്കുമ്പറും ക്യാരറ്റും മറ്റേ പ്രോട്ടീൻ ടിപ്പൊക്കെ ആയിട്ട് പോകുന്നത് ബർത്ത്ഡേക്ക് അതൊരു ഇച്ചിരി കൂടെ ഒരു ഇതാവട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ സ്വീറ്റ് പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ശരിയാവുമെന്ന് അറിയത്തില്ല. നമുക്ക് വന്നിട്ട് ഇന്നിപ്പോൾ ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് അത് ട്രൈ ചെയ്യും. പിള്ളേരുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവർ തന്നെ ബ്രെഡ് ഉള്ളത് കൊണ്ട് അവർ തന്നെ എടുത്ത് കഴിച്ചിട്ട് അവർ തന്നെ പൊക്കോളും. നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് എക്സാക്ട് ദിവസം വർക്കിംഗ് ഡേ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ തിരക്കുകളൊക്കെ ഉള്ള ദിവസമായിരിക്കുമേ. പക്ഷെ എന്നാലും ഇതിപ്പോൾ ഒരു മണിക്കൂർ നമുക്ക് കിട്ടും, ഒന്നല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ നമുക്ക് കിട്ടും. അപ്പോൾ ആ ടൈമിനുള്ളിലാണ് ഇത് നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. ബർത്ത്ഡേയുടെ അപ്പം അങ്ങ് ഭയങ്കര ഡെക്കറേഷൻ അല്ലെ അതിൻ്റെ ഒന്നും ഉണ്ടാകാൻ വഴിയില്ല. കാരണം അതിനുള്ള ടൈം ആർക്കും അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല. കറക്റ്റ് ആ ഒരു നേരം തന്നെ എത്തിക്കുന്നത് വലിയ പാടുപെട്ടിട്ടാണ്. സർപ്രൈസ് പോലെ കുഞ്ഞൊരു സർപ്രൈസ് പോലെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പം കൊടുത്തി അവളുള്ളതുകൊണ്ട് ചിലപ്പോൾ അവൾ എക്സ്പെക്ട് ചെയ്യുമെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷെ എന്നാലും ഒരു ഇതാണല്ലോ. ഞാൻ പറഞ്ഞു ഡ്യൂട്ടി തിരക്കശോ എന്നൊക്കെ, ഇനി വേറൊരു ദിവസം ആവട്ടെ. ചിലപ്പോൾ എക്സാക്ട് ഇന്ന് തന്നെ പ്രതീക്ഷിക്കില്ലായിരിക്കും, കാരണം തിരക്കുള്ളതുകൊണ്ട്. പറയാൻ പറ്റത്തില്ല. നോക്കാം. ഈ ആഴ്ചയിൽ നമുക്ക് വെയിറ്റ് നമ്പറിൽ അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ. പക്ഷേ ഇഞ്ച് സൈസിൽ ഒരു പൊടിക്ക് ഡിഫറൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പണ്ടിട്ട് കണ്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള ടോപ്പൊക്കെ ആയിരുന്നു. അതെല്ലാം അത്യാവശ്യം ലൂസായിട്ടുണ്ട്. പക്ഷെ എന്നാലും വെയിറ്റ് അങ്ങനെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇനിയിപ്പം ഈ ആഴ്ച നമ്മൾ ഫോളോ ചെയ്ത കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആക്കിയിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഫോളോ ചെയ്തതെല്ലാം ഡിഫറെൻ്റ് ആക്കി ഈ ആഴ്ച നമ്മളൊന്നുകൂടെ, അതായത് ഫുഡിൻ്റെ കാര്യത്തിലാണേലും എല്ലാം ഒരു കുറച്ച് ചേഞ്ചസ് വരുത്തണം. മോർണിംഗ് ഡ്രിങ്ക് നമ്മൾ മാറ്റിയെടുക്കാൻ പോവാണ്. പക്ഷെ എന്നാലും കഴിഞ്ഞ ആഴ്ചയിൽ പക്കയായിട്ട് മോർണിംഗ് ഡ്രിങ്ക് എടുക്കാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. 2-3 ദിവസം എടുക്കാൻ പറ്റാതെ പോയി. പിന്നെ അതുപോലെ തന്നെ ഫുഡാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് 1-2 ദിവസം സ്കിപ്പ് ചെയ്ത പോലെയായി. എന്നിട്ട് ബ്രഞ്ച് ആയി പോയായിരുന്നല്ലോ. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പം വെയിറ്റ് സ്റ്റക്കായി പോകും, വെയിറ്റ് കുറയുകയില്ല. കറക്റ്റാണ് പറയുന്ന പോലെ തന്നെ നമ്മൾ എടുക്കരുതാത്ത ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട്, അതായത് എൻ്റെ കേസിൽ കാഷ്യൂ നട്ട്സ് ഉള്ളത്, പിന്നെ ഷുഗർ ഓഫ് കോഴ്സ്, മധുരമുള്ള ബേക്കറി സാധനങ്ങൾ, പിന്നെ ചോറൊക്കെ ആഴ്ചയിൽ 1 തവണ, അതും ഈവനിങ്ങിൽ എടുക്കരുത്. അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ കഴിഞ്ഞ ആഴ്ച ചോറുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച 3-4 ദിവസം പോകാൻ പറ്റിയില്ല. അപ്പം അതൊക്കെ റീസൺ ആയിരിക്കാം. അപ്പം ഈ ആഴ്ച ഇനിയും ഉണ്ടല്ലോ 10-40 ദിവസമല്ലേ? 29 ദിവസം കൂടെ ഉണ്ട് ഇനി. 22 ദിവസമല്ലേ ഉള്ളൂ. 2 ആഴ്ച കഴിഞ്ഞ് 22 ദിവസമായില്ലേ? 60 ദിവസമല്ലേ നമ്മള്. ഓക്കെ.
അല്ല 2 മാസം കൊണ്ട് 10 കിലോ പറയാന്ന് പറയുന്നുണ്ട്. 10 കിലോ എത്തിക്കാൻ പറ്റും. എടുത്തിരുന്നു, ഓടി മേളിൽ കയറുന്നു, ലോഗിൻ ചെയ്യുന്നു. 3 മിനിറ്റ് സാധാരണ, 3 മിനിറ്റ് കൊണ്ട് എടുത്തു. കറക്റ്റ് 6:58 കേട്ടോ. നേരെ പോയിട്ട് ഇനി ലോഗിൻ ചെയ്യണം. മൂന്നുണ്ട് ശീലമായി. കറക്റ്റ് ഒരു ലിഫ്റ്റിൽ നിന്ന് വേറൊരു ഇത് വന്നപ്പോഴേക്കും ഞാൻ പിന്നെ അതിൽ നിന്ന് ഇറങ്ങി സ്റ്റെപ്പ് കയറി. പോകാം. കൈ കഴിക്കും. ഇന്നും രാവിലെ സെക്യൂരിറ്റി ഹാപ്പിയാണ്. ടേക്കല്ലേ ഫോൺ അമ്മ വീട്ടിപ്പാ മമ്മേനെ കൊണ്ടുവരാ. എന്താ കണ്ടേ? സൈക്കിളാ. പോ നമുക്ക്. വല്ലാത്തൊരു ദിവസമായിരുന്നു. എക്സാം എഴുതിയായിരുന്നോ? എക്സാം എഴുതിയോ? ഇല്ലില്ല, എനിക്ക് എന്തായാലും 25-ാം തീയതി വരെ ടൈം ഉണ്ടല്ലോ. കുഴപ്പമില്ല, കാരണം 25-ാം തീയതി ഞാൻ എഴുതി കിട്ടുവാണെങ്കിൽ 5 വർഷം കഴിഞ്ഞുള്ള 25-ാം തീയതി എത്ര ലേറ്റായി എഴുതണോ അത്രയും കൂടെ നീണ്ടു കിട്ടും. ഇപ്പം എന്തായാലും വാലിഡ് ആണല്ലോ. സോ ഞാൻ ഹറിയായിട്ട് ആ ദിവസം കളയുന്നില്ല. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 3 ആകാൻ 10 മിനിറ്റ് ഉള്ളപ്പം മറ്റേ എക്സ്റേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിളിച്ചിട്ട് എന്നാ അവർ IV ക്യാനിൽ ഇടാൻ നോക്കിയിട്ട് അവർക്ക് കിട്ടിയില്ല. എൻ്റെ പേഷ്യൻ്റായിരുന്നു. എന്നിട്ട് അവർ തിരിച്ച് പേഷ്യൻ്റെ വാർഡിലോട്ട് വിട്ടു. അപ്പം ഇത് തൊറാക്സ് ഒന്നും ഭയങ്കര തിരക്കായിരുന്നു. അപ്പം റെൻഗൻ എന്ന് പറഞ്ഞ് മറ്റേ എക്സ്റേ ചെസ്റ്റ് എക്സ്റേ ആണ്. അപ്പോൾ ജസ്റ്റ് ചെസ്റ്റ് എക്സ്റേ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചുമ്മാ ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ അവർ വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് എക്സ്റേ എടുത്തിട്ട് തിരിച്ചു വിടും. അപ്പോൾ അതാന്ന് കരുതിയിട്ടാണ് വിട്ടത്. പക്ഷേ ആക്ച്വലി CT, അതായത് കോൺട്രാസ്റ്റ് മെറ്റൽ മറ്റേ ഇങ്ക് മഷി കയറ്റിയിട്ടുള്ള ഇതുണ്ട്, ടെസ്റ്റ് ഉണ്ട്, ഡൈ കയറ്റിയിട്ടുള്ളത്, അതിനായിരുന്നു. അപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ അകത്ത് പേഷ്യൻ്റെ കാനുല വേണമെന്നുള്ളത് സാർ അവർ വിളിക്കുമ്പോൾ ചോദിക്കുന്നതാണ്. അത് ചോദിച്ചില്ല. അപ്പോൾ തിരക്കായതുകൊണ്ട് നേരെ ട്രാൻസ്പോർട്ട് ഓർഡർ ചെയ്തു. പേഷ്യൻ്റ് അങ്ങ് പോയായിരുന്നു. എൻ്റെ കൂട്ടത്തിലുള്ള സ്റ്റാഫ് ഓക്കെ പറഞ്ഞ് അങ്ങനെ വിട്ടു. എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചിട്ട് അവരെങ്ങാണ്ട് 4 പ്രാവശ്യം കുത്തി പേഷ്യന്റിന് കാനിൽ കിട്ടിയില്ല. എന്നിട്ട് അവർ വിളിച്ചിട്ട് പേഷ്യന്റിന് കാനിൽ ഇടാതെയാണ് വിട്ടത്, ഇട്ടിട്ടാണ് സാധാരണ വിടേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് അത്രയൊന്ന് ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും തന്നെ എല്ലാവരും ഡിസ്റ്റർബ്ഡ് ആവും. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ ഇത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണല്ലോ ഒരു കൾച്ചർ. അപ്പോൾ ഞാൻ നോക്കുമ്പം എൻ്റെ പേഷ്യൻ്റാണ് മെയിൻലി. അപ്പോൾ എനിക്ക് 3 മണിക്ക് തീരുകയും ചെയ്യും. ഞാൻ നേരെ അങ്ങ് ചെന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ കാനിൽ കുത്തിക്കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. അപ്പോൾ ചെന്ന് കഴിയുമ്പോഴേക്കും എന്താ പറയുക, ഇവിടുത്തുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്കിങ്ങനെ സ്കിന്നിനകത്ത് വെയിൻ പോണ കണ്ട് അങ്ങനെ കുത്തുമ്പോഴാണ്. പക്ഷെ നമ്മുടെയൊക്കെ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ ഡാർക്കർ ആകുമ്പോൾ നമുക്കുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഫീൽ ചെയ്യും കൂടുതൽ. ഇവിടുത്തെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എന്നാലും കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും കാണാൻ പറ്റുന്ന കൊടുത്തിരുന്നത്. അപ്പം ഈ പേഷ്യന്റിനെ കാണാൻ പറ്റുന്നവർ നല്ല ഇതൊന്നുമില്ല, വെയിനൊന്നുമില്ല. അപ്പം എനിക്ക് പെട്ടെന്ന് തീരുകയും ചെയ്യണം, പോരുകയും ചെയ്യണമല്ലോ. ഞാൻ പെട്ടെന്ന് എന്തോ ദൈവാനുഗ്രഹം റൈറ്റ് കയ്യിലിട്ട് കഴിയുമ്പോഴേക്കും എനിക്ക് വേണ്ടി ഒരു വെയിൻ തെളിഞ്ഞു നിൽക്കുന്ന പോലെ ഇങ്ങനെ തൊട്ടപ്പോഴേക്കും നന്നായിട്ട് പമ്പ് ചെയ്ത് നിൽപ്പുണ്ട്. നേരെ കുത്തി ഒറ്റ സാധനം കിട്ടി. അയ്യോ, കുഞ്ഞു കാര്യമാണെങ്കിലും ഭയങ്കരമായിട്ടും അത്രയും പേര് ട്രൈ ചെയ്ത് നടന്നില്ലല്ലോ. അപ്പോഴേക്കും ഇതൊക്കെ എന്താ സിമ്പിൾ നൈസായിട്ട് പേഷ്യന്റിനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഓടിപ്പോന്നു. അയ്യോ, ഒരു സിമ്പിൾ കാര്യം. പക്ഷെ ആ ഒരു മൊമെന്റ് അത്രയും ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് എന്താണേലും കഴിഞ്ഞു. അത് കഴിഞ്ഞു. ഇനിയിപ്പം 3:15 4:30 ആകുമ്പോഴേക്കും 4:15 ആകുമ്പോൾ ഞാൻ പോയി കൊണ്ടുവരണം. കേക്ക് റെഡിയാവും. പക്ഷെ 3:15 അത് പുറത്തെടുത്ത് വെച്ചായിരുന്നോ? ഓക്കെ, അത് മെൽറ്റ് ആയി കഴിഞ്ഞു. പക്ഷെ നമ്മുടെ കയ്യിൽ കോക്കോസ് ഫ്ലിംഗറും വേണം. ടൂട്ടി ഫ്രൂട്ടി വാങ്ങിയായിരുന്നോ? സമയം കിട്ടിയില്ല. അത് ടൂട്ടി ഫ്രൂട്ടി വാങ്ങണം. എന്നിട്ട്
ഇത് ചെയ്യണം. മറ്റേ എവിടെയുണ്ടോ സാധനമുണ്ടോ? കെ മാർക്കറ്റിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു പിള്ളേര്. പക്ഷെ ഇപ്പൊ പോണ വഴിക്ക് നമുക്ക് ഏതാ എളുപ്പം? എവിടെ കയറി വെക്കാം? അവിടെ കയറി വെക്കാം. ഓക്കെ, അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ വേഗം നമ്മൾ ഇത് ചെയ്ത് റോൾ ചെയ്ത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 20 മിനിറ്റ് കൊണ്ട് ബേക്കായി കിട്ടും. 180 വെച്ചാൽ മതി. മുട്ടയുണ്ടല്ലോ അല്ലേ? ഒരു മുട്ട ഉണ്ടാവില്ലേ എഗ് വാഷ് ചെയ്യാൻ? കൺഫ്യൂഷനാണ്. അന്ന് മേടിച്ചേക്കാൻ ഇപ്പോൾ ഇതെടുക്കാൻ നിൽക്കണ്ട. പിന്നെ അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും സമയമില്ല, ക്യുക്കായിട്ട്. അതായത് കറക്റ്റ് 1 മണിക്കൂറേ ഉള്ളൂ. ഇനി 1 മണിക്കൂർ ഉണ്ടോയെന്ന് അറിയത്തില്ല. അതിനിപ്പോൾ ഓടിപ്പോയിട്ട് ഞാൻ ഡ്രസ്സൊന്നും മാറുന്നില്ല. കാരണം എന്താണല്ലോ അത്യാവശ്യം ഇതാ ബലൂണൊന്നും വീർപ്പിച്ചല്ലോ. പറ്റി കിടക്കുകയാണോ? അയ്യോ എന്നോട് പൊന്നെ കഴുത്തേല് പറഞ്ഞായിരുന്നു 2 മണിക്ക് കഴിച്ച ഫുഡാന്ന് പറഞ്ഞായിരുന്നു. ബ്ലൂബെറി മൊത്തം കഴുത്തേല്. മറ്റേ വിശേഷപ്പെട്ട സാധനം ഉണ്ടാക്കണം. കാക്കയോ കോവള് പുറത്ത് കാക്കുന്നില്ല. ഡയറ്റ് ഓർഡിച്ചിട്ടേ മോനെ. ഞാനും പിന്നെ എന്റെ ക്ലാസ്സിന് മറ്റേ കൊച്ച് സ്പോർട്സോ പിന്നെ കൊറേ ആൾക്കാര് അവനെ പോയി എടുക്കാം. ചിലവർക്ക് മറ്റേ ചക്കിക്ക് കിട്ടിയ പോലത്തെ സാധനം കിട്ടി, മറ്റേ ട്രോപ്പിക് വണ്ടിയുടെ സാധനം ചിലവർക്ക്. എനിക്ക് കിട്ടില്ല. എനിക്ക് ക്യാൻഡി കിട്ടിയ പിന്നെ ഒരു തൊടിസ്തുste പേപ്പർ. മറ്റേ ഷൂ കൂടി ഊരാവപ്പ അമ്മ എന്നിട്ട് കൈ ഇടട്ടെ. ഇതോടുകൂടിക്ക് ബ്ലൂബെറിയുടെ സൂപ്പായിരുന്നു. കഴുത്തേലും ഉടുപ്പയിലൊക്കെ ബ്ലൂബെറി. 2 മണിക്ക് ആയെന്നോട് പറഞ്ഞായിരുന്നു. എന്താണ് ആക്ച്വലി ടുട്ടി ഫ്രൂട്ടി ആയിരുന്നു വേണ്ടത്. പക്ഷെ ടുട്ടി ഫ്രൂട്ടി എനിക്ക് കിട്ടിയില്ല. പിന്നെ വേറെ ഒത്തിരി കടയിൽ കയറാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെറിയുടെ സംഭവം മേടിച്ചു. എന്നിട്ട് അതിങ്ങനെ ജസ്റ്റ് ക്വിക്കായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്യാൻ പോവാം. ഇത്ര മതിയായിരിക്കില്ല? ഒത്തിരി ടൂ മച്ച് ആയോന്നേ? വേണോ അല്ലേ? ഡ്രൈ കോക്കനട്ട് ആണ്. ഡിസ്കേറ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ, മറ്റേ ഉണങ്ങിയത്. അല്ല, ഏലക്കപ്പൊടിയും കൂടെ ഇട്ടേക്കാം. ഇനിയിപ്പോൾ ഇൻ കേസ് ഒരു കാരണം ചെറിയുടെ ഒരു ഇത് അല്ലെങ്കിൽ നമ്മുടെ വേർഷൻ അല്ലേ? ഷുഗർ അല്ലേ? മിൽക്ക് മെയ്ഡ് ഇട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റിയർ ആയാലും തോന്നുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് റൈസിൻസും ഇട്ടു കേട്ടോ. പക്ഷെ ഇതിന്റെ ആ ഒരു കളർ കണ്ടോ? അല്ല, നല്ല രസമായിട്ട് വരുന്നുണ്ടല്ലേ? ഉണക്കമുന്തിരി. അതെന്നു വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഷീറ്റ് വേണമായിരുന്നു. നമുക്ക് സിംഗിൾ ഷീറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊരു കുറച്ചിങ്ങനെ ഒന്ന് ഫ്ലാറ്റ് ആക്കിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് 3 ഇങ്ങനെ ഫ്ലാറ്റ് ആക്കുന്നു. കുറച്ചിതിങ്ങനെ സ്പ്രെഡ് ചെയ്തിടുന്നു. ഡാൻസ് കളിച്ചു വേണം അമ്മയുടെ പൊന്ന്. ഇത്ര മതി. ഒത്തിരി കട്ടിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടർ വാഷ് ഇവിടെ ചെയ്ത് കഴിയുമ്പോഴേക്കും അതിങ്ങനെ സീലാവൂലോ. എന്നിട്ട് എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല പിന്നാലെ ജീവിതത്തിൽ ഇന്ന വരെ സ്വീറ്റ് പൊറോട്ട ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യണു. ഇങ്ങനെ വെക്കുന്നു. അല്ലേ? ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു. ബേക്കിംഗ് ഷീറ്റ് വെച്ചായിരുന്നു അതിന്റെ മേളിലോ? ഓക്കെ. ഇനിയിപ്പം എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് എഗ് വാഷ് ഇപ്പോഴല്ല, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. അല്ലേ? പക്ഷെ ഇതിനകത്ത് ശരിക്കും മറ്റേ തുത്തി ഫ്രൂട്ടി വേണമായിരുന്നു. തുട്ടി ഫ്രൂട്ടി ആയിരുന്നു വേണ്ടത്. മറ്റേ ഈ മിക്സ് അല്ലേ, ഫ്രൂട്ട്സിന്റെ മിക്സ് അല്ലേ തുത്തി ഫ്രൂട്ടി എന്ന് പറഞ്ഞത്? പപ്പായയും അതൊക്കെയാണെന്ന് തോന്നുന്നു. എഗ് വാഷിന്റെ ആവശ്യമില്ല.
വേണം വാഷ് ചെയ്യണം. പക്ഷെ ഞാൻ ഇത് നോക്കിയത് ഇതിൻ്റെ അകത്ത് സ്റ്റിക്ക് ഓൺ ആയില്ലെങ്കിൽ തുറന്നു പോയാലേ ഇങ്ങനെ സാധനമായിരുന്നു കേട്ടോ. പേസ്ട്രി ഷീറ്റ് കനം കുറഞ്ഞായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു 4 എണ്ണം ഒരുമിച്ച്. എന്തോ നാടാ കുഞ്ഞപ്പ ഈ പറയുന്നേ. വെള്ളം വേണം കൊച്ചിന്. വെള്ളമാണ് ഗ്രേപ്സ് ആണ് വേണ്ടേ? ഗ്രേപ്സാ? ആ അപ്പം തരാം. ചക്കി വന്നേ മോനെ. ഏറെക്കുറെ ഒരേ വലിപ്പം വേണമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി ഇത് ഇച്ചിരി ചെറുതായി പോയോ മറ്റേനെക്കാട്ടിലും. അല്ല ഇത് നമ്മൾ 4 ആക്കിയായിരുന്നല്ലോ. അതെ, ഇത് 5 ആക്കിയോ? അല്ല, കട്ടി മാറിക്കഴിഞ്ഞാൽ ബേക്ക് ചെയ്യുമ്പം വേവിന് വ്യത്യാസം വരും. ഇത് 5 ആയില്ലേ? 20 മിനിറ്റ്. എത്ര നേരം ചെയ്യണത്? 20 മിനിറ്റ് എന്നാണ് അതിൽ കിടക്കുന്നത്. 4:15 ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ട് മറ്റേ കൂട്ടുകാരുടെ അടുത്ത് പോകാനായിരുന്നു പ്ലാന്. ഇപ്പൊ വേണ്ട കറക്റ്റ് ആയിട്ടുണ്ടല്ലേ ചായ? ആയ പോലെ ആയിട്ടുണ്ട്. ആയി കാണുമായിരിക്കും. അങ്ങ് എടുത്താലോ. പക്ഷെ അങ്ങ് അറ്റത്തിരിക്കണതിന്റെ നടുക്ക് കണ്ടിട്ട് ആയ പോലെ ഇല്ല. ഇച്ചിരി ആരും കൂടെ ആയ പോലെ ഉണ്ടല്ലേ കണ്ടിട്ട്. നല്ല ഹോട്ടാണ്. അല്ലേ? അത്യാവശ്യം കുറച്ച് ബട്ടർ മേളിലൂടെ ഇങ്ങനെ ചെയ്ത് ഇച്ചിരൂടെ ഒരു ഗ്ലേസിംഗിൽ വയ്ക്കുക. എനിക്ക് ഇച്ചിരൂടെ ഇത് ചെയ്യാറുണ്ട്. പൗഡർ ഷുഗർ വേണം. ആള് കാർഡ് ഉണ്ടാക്കിയതാണ്. ആക്ച്വലി നല്ല പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ടൈമിങ് ഒന്നും ശരിയല്ലേ? ഇല്ലല്ലേ, ഒരാഴ്ചയും വിട്ടൊക്കെ ചിന്തിക്കാൻ പറഞ്ഞിട്ട് പോലും സെറ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. ഒരു കാര്യത്തിനുള്ള സമയം തികയുന്നില്ല. ഇതിപ്പോൾ എവിടെയായിരുന്നു ഞാൻ വെക്കേണ്ടത്? മറ്റേ ഇച്ചിരി പൗഡർ ഷുഗർ നമ്മളിങ്ങനെ ഇട്ടേക്കാം. കാരണം ഒരു സംശയമുണ്ട് ഇച്ചിരി മധുരക്കുറവുണ്ടാവുമെന്ന്. ഓക്കെ, അന്ന് ബാക്കി ഞാൻ പരത്തിയിട്ട് ഇത് കയറ്റി വെച്ചേക്കട്ടെ കേട്ടോ. കേട്ടോ, പന്തൊക്കെ കത്തിച്ചിട്ടോ കാറിന്റെ കീ. ബൈ ബൈ. ഞാൻ ആദ്യമേ ഒരു കടി കഴിച്ചാലേ കറക്റ്റ് സ്വീറ്റ് ബട്ടർ ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ്. കുറേ ദിവസം കൂടിയാണ് മധുരം കഴിക്കുന്നത് ഞാൻ. ജോണിക്കുട്ടി നല്ലതാണോ? ആള് ഫുഡ് കഴിക്കുകയാണ്. സ്വീറ്റ് പൊറോട്ടയുടെ ടേസ്റ്റ് ഉണ്ടോ? ഇച്ചിരി ഉണ്ടോ? ആള് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? എനിക്ക് പപ്സിന്റെ പപ്സിന്റെ പപ്സ് മീൻസ് ഞാൻ സ്വീറ്റ്. ഓക്കെ, റോട്ടിലേക്ക് പോണോ? എന്തിനു റോട്ടിലേക്ക് പോണേ കൊച്ചേ? ഒരു ലോഡ് മണ്ണും കൂടെ വന്നായിരുന്നു. ഇനി ആവശ്യത്തിനുള്ളതായി. ജോണിക്കുട്ടി ആ ഷൂസ് ഇട്ട് ചെയ്യണ്ട. ആ ഷൂസ് ഇട്ട് മൊത്തം മണ്ണ്. ആ ഷൂസ് ഇതല്ലേ. രസക്കുട്ടിക്ക് മക്കോണി ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സാധാരണ മുട്ടച്ചോറ് എന്ന് പറയുന്ന പോലെ ഞാൻ ഈ മക്കോണി പുഴുങ്ങി അത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ബട്ടർ ഇട്ട് അതുപോലെ 2 മുട്ടയും കൂടെ പൊട്ടിച്ചിട്ടിട്ട് ചിക്കി എടുത്തു. അപ്പം അവൻ കഴിച്ചോളും. നല്ലതാണോ? നല്ല കുത്തി കുത്തി എടുത്ത് കഴിച്ചോ. ബർത്ത്ഡേയും കഴിഞ്ഞ് ജിമ്മും കഴിഞ്ഞിട്ട് വന്നല്ലേ? ഒരാൾ അവിടെ നിന്ന് മമ്മയുടെ കൂടെ ചെസ് കളിക്കാൻ കാത്തിരിക്കുന്നു. ഒരാള് ചവിട്ടി എല്ലാരും സിനിമ കണ്ടോണ്ടിരിക്കുന്നു. ചക്കി പോരടിച്ചിരിക്കുന്നു. പടങ്ങിയിരിക്കുവാണോ ചക്കി? കീപ്പ് ചെയ്യാം.
നീ കളിച്ച് ഇത് എന്നാ മുത്തേ കാണിച്ചിട്ട് ചവിട്ടി കയറുവാണോ? ഏണിയാണോ വേണി? എന്റെ അമ്മ കുളിച്ചിട്ട് വരട്ടെ. അമ്മ കുളിച്ചിട്ട് വരട്ടെ. അത് മമ്മ കുളിച്ച് കളഞ്ഞിട്ട് പറ്റോ? തുള്ളുവാണോ? മമ്മ തുള്ളുവാണോ? ഇങ്ങനെയാണ് ചിക്ക് ചിക്കൊക്കെ കളിക്കുവോ? ഞാൻ നാളെ മറ്റേ ബിസ്കോഫ് ചീസ് കേക്ക് ഉണ്ടാക്കും. അപ്പൊ അത് ഇന്ന് രാത്രി ഇന്ന് ഉണ്ടാക്കിയിട്ട് ഓവർനൈറ്റ് ഇട്ട് അത് കുറച്ചുകൂടെ ഫിർമും ചീസ് കേക്ക് നല്ലാവൂന്ന് പറയണത്. പക്ഷെ ഇന്നിപ്പോ ഉണ്ടാക്കാൻ എനിക്കറിയാം. സമയം എത്ര ടൈം അത് ഉണ്ടാക്കാൻ ഒരു 30 minutes പക്ഷെ എടുക്കും. നാളെ ഉണ്ടാക്കിയാൽ മതി. നാളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ പക്ഷെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നല്ല ടിപ്പില്ല. രാവിലെ നാളെ സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ടാക്കണം, പോയിട്ട് കഴിക്കാലോ. നാളെ സാറ്റർഡേ ആയിട്ട് സ്കൂളുണ്ടല്ലേ? ഈ വർഷത്തിൽ ആദ്യമായിട്ടില്ലായിരുന്നു സാറ്റർഡേ ആയിട്ട് സ്കൂളുള്ളേ. ടീച്ചർമാര് പറഞ്ഞ് മറ്റേ സ്വീഡനില് അവിടുത്തെ പിള്ളേർക്ക് എന്തോ മാരത്തൺ ഓടണം എന്തോ പരിപാടി ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്കൂൾ ഡേ ആ ദിവസം. ഓക്കെ, ഇച്ചിരി കൺഫ്യൂസിങ് ആണ് സ്റ്റിൽ. നിങ്ങൾക്ക് ഫില്ലിൽ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നല്ലേ? നാളെ നമ്മുടെ ഏരിയയിലുള്ള എല്ലാ സ്കൂളുകളിലും നാളെ സ്കൂളുണ്ട്. അതുകൊണ്ട് ഒരു വീക്കെൻഡ് വൈബ് കുറവാണോ? ഒരു വീക്കെൻഡേ ഉള്ളൂ. അത് പിന്നെ നല്ല കാര്യമാണ്. ബിക്കോസ് എന്നിട്ട് ഒരു വീക്കേ ഉള്ളൂ, എന്നിട്ട് ഫുൾ 2 മാസം വെക്കേഷനാണ്. 2 മാസം 2.5 മാസം ഇല്ലേ? ഇക്കും എന്നൊക്കെ കഴിച്ചിരുന്ന ഇന്ന് ഞാൻ അന്നേരപ്പം അവിടെ പോയില്ലേ ഫ്രണ്ട്സിന്റെ, ഞാൻ ഇത് എടുത്തിട്ടുണ്ട് ചെറിയൊരു അല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നായിരുന്നു ഒന്ന് കഴിച്ചത്. ഇന്ന് പ്രോട്ടീന്റെ ഒരു ഇത് അവിടെ നിന്ന് മേടിച്ച് കഴിച്ചത്. ലഞ്ച് ഇവിടെ കൊണ്ടായിരുന്നോ? ലഞ്ച് കൊണ്ടായിരുന്നോ? ലഞ്ച് കിൻലേം ചെറുപയർ കറി ഞാൻ കാണിച്ചല്ലോ, വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ സമയമില്ലായിരുന്നല്ലോ, പറന്നു വന്നു, അത് ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി. ഒരു കുഞ്ഞു പീസ് കേക്ക്, ഈ ഡ്രൈ ചോക്ലേറ്റിന്റെ ഒരു കേക്ക്, എന്തോ ഒരു കുഞ്ഞു പീസ് കേക്ക്, പിന്നെ ഒരു ചെറിയൊരു സ്വീറ്റ് പൊറോട്ടയുടെ ഒരു അന്നെടുത്തു. എന്റെ മുത്തേ അമ്മ ഇപ്പൊ ഒരു കുക്കുംബർ കഴിക്കും. അപ്പൊ ഇന്നത്തെ ദിവസം സെറ്റായി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നറിയാം. പക്ഷെ അപ്പത്തിന്റെ ഉണ്ടല്ലോ, അപ്പം കഴിക്കാൻ കൊതി വരുന്നുണ്ട്, പക്ഷെ ഞാൻ കഴിക്കുന്നില്ല. സ്കൂളിൽ പോണ ബ്രെഡ് ഉണ്ടായിരുന്നല്ലോ, ബ്രെഡ് കഴിക്കായിരുന്നു. ഞാൻ ഉണ്ടാക്കുന്നത് മറ്റേ സോർഡോ ഇല്ല, അത് കട്ട് ചെയ്തിട്ട് അതിന്റെ അകത്തിട്ട് ടോസ്റ്റ് ചെയ്തു. എന്നിട്ട് അതിന്റെ അകത്ത് ചീസ് മേലിട്ടു ആ ചൂടായിരുന്ന സമയത്ത്. എന്നിട്ട് ടൊമാറ്റോ കട്ട് ചെയ്ത് അതിന്റെ മേത്ത് ഉറക്കാണ് ഇട്ടു. നല്ലല്ലായിരുന്നു. ലക്ഷറി ഫുഡ്. കൊച്ചിന് കറി കൊടുത്തോ? കൊച്ചിനാ വെള്ളം 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 വെള്ളം. No. No. മതി വെള്ളം കുടിപ്പിച്ച മോനെ. അത് പറയണ്ട പോയി അത് AI ആണ്. എങ്ങനെ നാളെ സ്കൂളിലുണ്ടല്ലോ, നമുക്ക് എടുക്കാം. മൂട് പോയി. അല്ല മമ്മിക്ക് സത്യമായിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇന്ന് ഭയങ്കര ഹെവി ആയിട്ടുള്ള ദിവസമായിരുന്നു, നല്ല ക്ഷീണമായിരുന്നു. ക്ഷീണമാകുന്നുണ്ട്, ശരിക്കും ഉറക്കം വരുന്നുണ്ട്. ഓരോരുത്തരായിട്ട് ഉറങ്ങി തുടങ്ങി. കുഞ്ഞാവ് നല്ല ഉറക്കമായി. ദണ്ട് അവർ ഓരോരുത്തരായിട്ട് ഉറങ്ങാനായിട്ട് പറഞ്ഞു വിടുന്നു. ചിലരൊക്കെ പറ്റിക്കൂടിയിരിപ്പുണ്ട്, അവരെയും പയ്യെ ഉരുട്ടിച്ചടിച്ചു വിടണം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.